മറ്റുള്ളവർ, അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ നിങ്ങളെക്കുറിച്ചും ചിന്തിച്ചിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോലെ അങ്ങനെ നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളും അയാളും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിൻ്റെ ബോണ്ട് പോലെ ഇരിക്കും അല്ലേ? ആ ഒരു കണക്ഷൻ, ആ ഒരു ഡീപ്പ് കണക്ഷൻ പോലെ ഇരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നതും അല്ലാണ്ടിരിക്കുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, അതിന് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അയാൾ നിങ്ങളെ നല്ല രീതിക്ക് ഓർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതോ റിലേഷൻഷിപ്പിലും പോസിറ്റീവായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബി മെമ്മറബിൾ. എങ്ങനെ മെമ്മറബിൾ ആയിട്ടിരിക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും നമ്മളായിട്ട് തന്നെ ഇരിക്കുക, ഒത്തൻറ്റിക് ആയിട്ട് പെരുമാറാനായിട്ട് നോക്കുക. നമ്മൾ വേറൊരാളെ കട കൊടുത്തിട്ട് നമ്മുടെ ബിഹേവിയറും നമ്മുടെ ക്യാരക്ടറും മാറ്റിയിട്ട് വേറൊരാളുടെ ബിഹേവിയറും ക്യാരക്ടറും ഒന്നും കട കൊടുത്തിട്ട് ചെയ്യാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അത് കാലങ്ങളോളം നമുക്ക് അങ്ങനെ പെരുമാറാനൊന്നും പറ്റില്ല. ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മൾ നമ്മളായിട്ടാണ് നിൽക്കേണ്ടി വരും. അപ്പോൾ ഒരിക്കലും വേറൊരാളായിട്ട് മാറി കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. ഒരു വ്യക്തിയെയും ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളല്ലാത്ത രീതിക്ക് നിങ്ങൾ പെരുമാറരുത്. നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കാനായിട്ട് നോക്കുക. എപ്പോഴും സീരിയസ് ആയിട്ട് ഇരിക്കരുത്. കുറച്ച് ഫണ്ണൊക്കെ ഇടകലർത്തിയിട്ടുള്ള സംസാരമൊക്കെ കൊണ്ടുവരിക. നല്ല എൻ്റർടൈനിങ് ആയിട്ട് ഇരിക്കാൻ നോക്കുക. അപ്പോൾ ഏതൊരാളായിട്ട് നമ്മൾ ഓവറായിട്ട് സീരിയസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും മുഷിപ്പ് വരും. എന്ത് ഈ മനുഷ്യൻ ഇങ്ങനെ ചോദിക്കും, ഇത് സീരിയസ് ആണ് ഇയാളായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എങ്ങനെ നമ്മളൊന്നും ഒരു കോമഡി പറയുന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അത്രയും കോമഡി ആയിട്ട് സംസാരിക്കണം എന്നല്ല, എന്നാൽ എന്താ പറയുക, നല്ലോണം സീരിയസ് ആവാണ്ട് അങ്ങനെ ഇരിക്കണം എന്നല്ല. അതിൻ്റെ ഒരു ഇടയിലുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. സീരിയസ് ആവണം, അതുപോലെ തന്നെ കോമഡി പറയേണ്ടവിടെ അല്ലെങ്കിൽ ചിരിക്കേണ്ടവിടെ നമ്മൾ ചിരിക്കും വേണം. അങ്ങനെ ഒരു മിഡിൽ ലെവലിലുള്ള ഒരു പെരുമാറ്റത്തിൽ വേണം നമ്മൾ ഇരിക്കാനായിട്ട്. അപ്പോൾ എൻ്റർടൈനിങ് ആയിട്ട് എപ്പോഴും ഇരിക്കാനായിട്ട് നോക്കുക. ഒത്തൻറ്റിക് ആയിട്ട് പെരുമാറുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ വ്യക്തിയുടെ അടുത്ത് നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം അല്ലെ? ആ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ കാണിക്കാമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സറിഞ്ഞ് കേൾക്കാനായിട്ട് നോക്കുക. വെറുതെ കേട്ടിരിക്കുകയാണെന്ന് ഭാവിച്ച് നടിച്ചിരിക്കരുത്. അതിന് പകരം നമ്മൾ തട്ടിയിട്ട് കേൾക്കാനായിട്ട് നോക്കുക. കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ വരുന്ന സമയത്ത് അവർ പറഞ്ഞ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇന്നലെ എന്തെങ്കിലും കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അവർക്ക് തോന്നും, നമ്മൾ പറയുന്ന അവർ കേൾക്കുന്നുണ്ട്, നമ്മൾ പറയുന്ന അവരെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങൾ വരുന്നത്, അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്നുള്ളൊരു തോട്ട് ഓട്ടോമാറ്റിക്കലി ആ ഒരു സെക്കൻഡ് പേഴ്സണ് വരും. അപ്പം അങ്ങനെ നമ്മൾ അവർക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ നന്നായിട്ട് കേൾക്കുന്നതിനോടൊപ്പം തന്നെ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, അവരെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നോക്കുക. പിന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക. സപ്പോർട്ട് ചെയ്യാൻ മീൻസ് അവർ അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് അവരോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യുക. സങ്കടങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് ചാരാനൊരു തോൾ എന്ന രീതിക്ക് അവരുടെ സങ്കടങ്ങൾക്കൊക്കെ ഒപ്പം നിന്നുകൊണ്ട് അതൊക്കെ പോട്ടെ, ഒക്കെ ശരിയാവും എന്ന് പറയാനുള്ള ഒരു വേർഡ് പറയാനുള്ള മനസ്സെങ്കിലും കാണിക്കുന്ന രീതിയിൽ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുക വീക്കാവുന്ന സമയത്തൊക്കെ. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യം വരുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു വ്യക്തിക്ക് തോന്നും, എൻ്റെ എല്ലാ മൊമെൻറ്റ്സിലും ഇയാൾ കൂടെയുണ്ട്, എൻ്റെ എല്ലാ ഫീലിങ്സിലും ഇയാൾ കൂടെയുണ്ട്, എൻ്റെ ഇമോഷൻസൊക്കെ അയാളുടെയും കൂടെ ഇമോഷൻസ് ആണ്, എന്നെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ള ഫീല് വന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കലി അവർ നിങ്ങളെ ഓർക്കാനായിട്ട് തുടങ്ങും. അതുപോലെ നിങ്ങളുടെ ഒരു കണക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ കണക്ഷനും കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്, സ്ട്രെങ്തൻ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഒരുമിച്ച് കുറേ മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക, അത് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഏതെങ്കിലും സ്ഥലത്ത് പോകുന്ന കാര്യമായിക്കോട്ടെ, ഒരുമിച്ച് ഡിന്നർ കഴിക്കുന്നതായിക്കോട്ടെ, ഒരുമിച്ച് ലഞ്ച് കഴിക്കുന്നതായിക്കോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടിക്ക് ഇവൻറ്റിന് പോകുന്നതായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് നിങ്ങൾ ഒരുമിച്ചൊരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഒരുമിച്ച് ആസ്വദിച്ച് ഒരുമിച്ച് അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ലൈഫ് ലോങ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാനുള്ള ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മെമ്മറീസൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ വ്യക്തിയെയും കൂടിയാണ് വീണ്ടും വീണ്ടും ഓർക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കുക.
ഒരു റെഗുലർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കീപ്പ് ചെയ്യുക. എപ്പോഴും ഒരു കണക്ഷൻ നിങ്ങൾ ഉണ്ടായിരിക്കണം രണ്ടുപേരും തമ്മിൽ. അല്ലാണ്ട് ഇന്ന് മെസ്സേജ് അയച്ചാൽ പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത്ര വാല്യൂ ഉണ്ടാവത്തുള്ളൂ. അതിന് പകരം എപ്പോഴും കോളിലാണോ, അല്ലാന്നുണ്ടെങ്കിൽ കോളിൽ സംസാരിക്കുകയോ മെസ്സേജ് ചെയ്യോ ടെക്സ്റ്റ് ചെയ്യോ, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു കണക്ഷൻ എപ്പോഴും റെഗുലർ കണക്ഷൻ നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോഴാണ് എന്ന് മെസ്സേജ് അയക്കുന്ന ഒരാൾ മെസ്സേജ് അയക്കാണ്ടായി നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും, എന്താ ഇയാൾ എന്നും അയക്കുന്ന ആളൊന്നും വന്നില്ലല്ലോ എന്നുള്ളൊരു നോട്ട് വരും. അപ്പോൾ ഒരു റെഗുലർ കണക്ഷൻ കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജോ കോളൊന്നും വേണ്ട, ഒരുമിച്ച് ഇപ്പം നടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരുമിച്ച് നടക്കാം, ഒരുമിച്ച് ജോഗിങ്ങിന് പോകാം, ഒരുമിച്ച് ഒന്ന് കുറച്ച് നേരം സംസാരിച്ചിരിക്കാം, എന്തും ആയിക്കോട്ടെ. കണക്ഷൻ നിങ്ങൾ വിട്ട് കളയരുത്. എപ്പോഴും ഒരു കീപ് കോണ്ടാക്ട് പറയുന്നൊരു സാധനമില്ലേ, അത് നിങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഏതൊരു വ്യക്തിക്കും രണ്ടുപേർക്കും സെയിം ആയിട്ട് ഒരുപോലെ നിൽക്കണം കോമൺ ലൈക്സും ഡിസ്ലൈക്സും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. കോമൺ ആയിട്ട് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കുറച്ച് സ്ഥലങ്ങളോ ഇഷ്ടപ്പെടുന്ന ഇവൻറ്റുകളോ ഇഷ്ടപ്പെടുന്ന പ്ലേസസോ അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ടുണ്ടാവും. അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് രണ്ടുപേരും കണ്ടെത്തിയിട്ട് പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും, എന്നിട്ട് അത് ഒരുമിച്ച് ആസ്വദിക്കാനായിട്ട് നോക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഒരു ബോണ്ട് വരും. ഓക്കെ ഫൈൻ, ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ മറ്റേ ആൾ ചിന്തിക്കുന്നത് തോന്നുമ്പോൾ ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്ത് നിൽക്കും, ആ ഒരു കണക്ഷനും കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ എപ്പോഴും രണ്ടുപേരുടെ കോമൺ ഇൻട്രസ്റ്റുകൾ നോക്കിയിട്ട് അത് ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നോക്കുക. ഇതിനൊക്കെ ഉപരി എപ്പോഴും ഒരാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പിലായിരിക്കുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു കോണ്ടാക്റ്റ് ഉള്ള സമയത്ത് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരാൾ നമ്മുടെ അടുത്ത് കൂടെ ഉണ്ടായിരിക്കില്ല. ഏതോ റിലേഷൻഷിപ്പിൽ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക, എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കോണ്ടാക്ട് കീപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നോക്കുക.